നമ്മൾ പറയും ബുദ്ധി വന്നിട്ടില്ലല്ലോ, ചെറുതല്ലേ. ആ സമയത്താണ് മോനെ യാ ഗുലാം എന്ന് വിളിച്ചിട്ട് പറയുന്നത്, ഇഫദില്ല മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആരോടാ പറയുന്നത്? ചെറിയ മോനോട്. യഹ്ഫദുക്കല്ലാ, നിന്നെ അള്ളാഹ് സൂക്ഷിച്ചോളൂ. യഹ്ഫദില്ല യഹ്ഫദുക്കല്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സൂക്ഷിച്ചോളൂ. നല്ല വാക്കാണ്. ചെറിയ മക്കളോടൊക്കെ എന്ത് വിഷയം വരുമ്പോഴും അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചോളൂ. ഈ തലമുറ ക്ലാസ് അന്ന് പോകും. മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോളി. അള്ളാഹുവിനെ നിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിനക്ക് അള്ളാഹുവിനെ കിട്ടും. മക്കളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മടിയിലിരുത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. അതൊക്കെ നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ കുട്ടികളോട് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അള്ളാഹിനെ പറ്റിയും പറയാനായ അതൊന്നും പ്രായമായിട്ടാണ് ആയിക്കോളൂ. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫിത്ർ സക്കാത്തിന്റെ സാധനം സൂക്ഷിച്ചു വെച്ച ഈത്തപ്പഴത്തുനിന്നൊരു ഈത്തപ്പഴം എടുത്ത് തിന്ന് ബലമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ തൊണ്ടി കൈയിട്ടിട്ട്, ചെറിയ മോൻ ഇങ്ങനെ എഴിഞ്ഞെടുക്കുന്ന മോൻ, കഹി കഹി തുപ്പട മോനെ, തുപ്പു മോനെ, ഇത് എനിക്ക് പറ്റിയതല്ല, എനിക്കിത് ഹലാലല്ല മോനെ. അങ്ങനെ ചെറിയ കുഞ്ഞല്ലേ, അതൊന്നും കുഴപ്പമില്ല, അതിൻ്റെ ഹലാലായ ഭക്ഷണം മാത്രം കഴിപ്പിക്കുക മക്കളെ. മക്കൾ നന്നാവാൻ ഇത് ചുരുൾ പ്രയോഗമോ ഹോസ്റ്റൽ പ്രയോഗമൊന്നും വേണ്ട. ഹോസ്റ്റൽ പ്രയോഗം ഒരു ശിക്ഷയാണ്. മക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആൾക്കാർ പഠിക്കാൻ ഒരു ശിക്ഷയാണ്. ഹലാലായ ഭക്ഷണം കൊടുത്താൽ മതി, കുട്ടി മക്കളെ നയിക്കും. ദുആവും, ഹലാലായ ഭക്ഷണവും ദുആവും അവിടെ മക്കൾ നന്നാവാൻ ഏറ്റവും നല്ല ആയുധം. അള്ളാഹുവിൻ്റെ ദർബാറിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു ക്വാണ്ടിറ്റി, ഒരു അളവുണ്ട് ദുആന്റെ. ആ അളവ് പൂർത്തിയാകുന്നത് വരെ മക്കളെ കൊണ്ട് അള്ളാഹു താല തരികിട കളിപ്പിക്കും. മാതാപിതാക്കളുടെ ദുആന്റെ അളവ് പൂർത്തിയാകുന്നത് വരെ. മക്കള് എന്തെങ്കിലും തരികിട കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദുആന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ മനസ്സിലായിക്കോളും. ആ ദുആ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വോൾട്ടേജ് കുറയുന്ന സമയത്തൊക്കെ ബൾബ് ഇങ്ങനെ മിന്നുന്നില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മോട്ടർ ഇറങ്ങാവില്ലേ, എന്തുകൊണ്ട് പിന്നെ വോൾട്ടേജ് കുറവാണ്, നമുക്ക് വേഗം ഓഫാക്കണം, അല്ലെങ്കിൽ തകരാറാണ്. ഇതേപോലെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ ദുആന്റെ കുറവ് വരുമ്പോഴാണ്. ആ സമയത്തൊക്കെ മുഖ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മുടെയും ജീവിതാനുഭവങ്ങൾ അതാണ്. പിന്നെ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക, ഹലാലാണെന്ന് ഉറപ്പ് വരുത്തുക ഭക്ഷണം. നമ്മുടെ ഉമ്മ പണ്ട് ചൊല്ലിയിൽ നിന്ന് കശുമാ അതൊക്കെ ഭക്ഷണം, കശുമാങ്ങ അതൊക്കെയാണ് ഭക്ഷണം. നമ്മുടെ പുറത്ത് പോയി കിട്ടും മാങ്ങ ഇഷ്ടം പോലെ. സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ നാടൻ മാങ്ങ അത് മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പിട്ടിട്ട് തിന്നുക. അതാണ് ഉച്ചയ്ക്ക് സ്കൂളിൽ വന്ന് കിട്ടുന്ന ഭക്ഷണം. മറ്റ് ചിലപ്പോൾ റാഹത്തിലുണ്ടാകാറുണ്ട്. അങ്ങനെ കശുവണ്ടി അടക്കം മാങ്ങ നമ്മൾ പുറക്കി കൊണ്ടുവന്നാൽ ഉമ്മ ആ മാവിൻ്റെ കീ കൊണ്ടുപോയി ഇടാൻ പറയും. കാരണം ആ അണ്ടി നമുക്ക് അവകാശപ്പെട്ടതല്ല, മാങ്ങ അനുവദനീയമാണ്, മുത്രൂക്കാണ്. കശുവണ്ടി നമ്മൾ അപ്പുറം കൊണ്ടുപോയി ഇടും. ആ വളപ്പി കൊണ്ട് കാട്ടിലെ കാടാണ്, അടുക്കളയിലെ ഭാഗത്ത് കാട് കണ്ടിട്ടില്ലേ, വലിയ അവിടെ കൊണ്ട് പോയിടും. അത്ര സൂക്ഷിച്ചിരുന്നു ഉമ്മയൊക്കെ ഹലാലായ ഭക്ഷണം കഴിപ്പിക്കാൻ. മാഷാ അല്ലാഹ്, അതിൻ്റെതായ ആസ്വാദനം ചിന്തതൊന്നല്ല ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ പ്രായത്തിൽ തന്നെ അടുക്കളയിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ച സജീവമാകണം. അതൊരു ഉപ്പിൻ്റെ കാര്യത്തിലായാലും ശരി,
പിള്ളേർ വന്നിട്ട് എന്തെങ്കിലും പരാതികൾ പറയുമ്പോൾ അവൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അവൻ്റെ പറയാം. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം പറയാനുള്ളതാണെന്ന് പിള്ളേർക്ക് തോന്നണം ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ എനിക്ക് ഇന്നത് വേണം ഇൻഷാ അല്ലാഹ് നമുക്ക് അതാണ് പറയാം. അള്ളാഹ് തരും അല്ലേ? പിള്ളേർ പഠിപ്പിക്കാൻ നമ്മൾ കാണുന്നില്ലേ? ഇപ്പോഴത്തെ ചെറിയ ചെറിയ പിള്ളേരെല്ലാം മാഷാ അല്ലാഹ് അള്ളാഹിനെ പറ്റി അത്ര സജീവമായിട്ടാണ് അറിയുന്നത്. അടിസ്ഥാനം ഈമാൻ തന്നെയാണ്. ഈമാനെ താങ്ങി നിർത്താനുള്ള ആയുധങ്ങളുണ്ട്. ആയുധം അതിന് അഅ്മാൽ എന്നാ പറയുക. അഅ്മാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കുന്ന അമലുകൾ, ഹുഖൂഖുൽ ഇലാഹ്. രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദ്, അടിമകളോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കുന്ന അമലുകൾ. ഈ രണ്ട് അമലുകളെ കൊണ്ട് വേണം നമ്മുടെ ഈമാനിനെ മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ. ഡാമേജ് ഇല്ലാതെ, സസ്പെൻഡായി പോകാതെ, ഡിസ്മിസ്സായി പോകാതെ, ഹിദായത്ത് ലലാലത്തുമായിട്ട് കൂട്ടിക്കുഴഞ്ഞു പോകാതെ, ശുബഹാത്തുകളില്ലാതെ, ശക്ക് സംശയങ്ങളില്ലാതെ ലൈവായി മരിക്കുന്നത് വരെ നിലനിർത്താൻ അമലുകളാണ് ആവശ്യം. ഒന്നാമതായി അള്ളാഹു ഈമാനുമായി ബന്ധിപ്പിച്ച അമല് നിസ്കാരമാണ്. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. നിസ്കാരത്തിൻ്റെ നേരിയ അശ്രദ്ധ പോലും നമ്മുടെ ഈമാനിൻ്റെ ക്യാരക്ടർ കുറച്ച് കളയും. ഈമാൻ, ഹിദായത്ത്, അതിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ മനസ്സിലാക്കാൻ നാം നമ്മുടെ നിസ്കാരത്തെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈമാൻ, അതായത് ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കാനൊന്നും പറ്റില്ല. ഈമാനിന് എത്ര ഡിഗ്രിയിൽ പനി പരിശോധിക്കുമ്പോൾ ഈമാൻ പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ ഈമാൻ പരിശോധിക്കാൻ ഒരുപാട് അമലുകൾ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമത്തത് നിസ്കാരമാണ്. ഒരാൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നു, ഹജ്ജ് കൃത്യമായി എല്ലാ വർഷവും ചെയ്യും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട്, നോമ്പ് റമദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങി പുറപ്പെടും നോമ്പിന് വേണ്ടിയിട്ട്, മിസ്കിൻ ഖാന നടത്തും, യത്തീം ഖാന നടത്തും, എല്ലാ ഖാനയും നടത്തും. പക്ഷെ നിസ്കരിക്കൂല. വല്ലാഹി അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരമലും കിതാബിലുണ്ടാവില്ല, നാളെ ചർച്ചയ്ക്ക് വരില്ല. കാരണം മറ്റെല്ലാ അമലുകളും, ഏത് അമലുകളും കബൂലാകുന്നത് ഈമാനുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഈമാനുമായി ഡയറക്റ്റ് ബന്ധം നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. നോമ്പിന് ഈമാനുമായി ഡയറക്റ്റ് ബന്ധമില്ല, സക്കാത്തിന് ഡയറക്റ്റ് ബന്ധമില്ല, ഹജ്ജിന് ഡയറക്റ്റ് ബന്ധമില്ല. ഈ നിസ്കാരത്തിന് മാത്രമേ ഈമാനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളൂ. സക്കാത്തിനെ ഈമാനുമായി ബന്ധിപ്പിക്കുന്ന ജോലി നിസ്കാരത്തിനാണ്. ഹജ്ജിനെ ഈമാനുമായി ബന്ധിപ്പിക്കുന്ന ജോലി നിസ്കാരത്തിനാണ്. സകല അമലുകളെയും ഈമാനുമായി കണക്ട് ചെയ്യുന്ന ജോലി നിസ്കാരത്തിനാണ്. നിസ്കാരം ഈമാനുമായിട്ടാണ് ബന്ധം. ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കു സലാം. ഒരു കാഫിർ ഹജ്ജ് ചെയ്തു എന്ന് വെക്കും, എൻ്റെ ഹജ്ജ് കിതാബിലുണ്ടാവില്ല. ഒരു കാഫിരികൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുണ്ട്. മുസ്ലിങ്ങളെ പോലെ 2% കണക്കൂട്ടി കൊടുക്കുന്ന ക്രിസ്ത്യാനി ആഹൃത്തിലൊന്നും ഉപകരിക്കൂല, അത് ഇക്കാടിലുണ്ടാവില്ല. കാരണം ആ സക്കാത്തിനെ അയാളെ കിതാബിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾ നിസ്കാരമുള്ള ആളായിരിക്കണം. നിസ്കാരത്തിലൂടെ മാത്രമേ ഈമാനിലേക്ക് അഅ്മാലുകൾ ചേരുകയുള്ളൂ. സകല അമലുകളെയും കബൂലാകുന്നത് നിസ്കാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. നോക്കി, ജിഹാദ് ഫർലാക്കിയത് എന്തിനാണെന്നറിയോ? എങ്ങനെയാണ് നിസ്കരിക്കുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ജിഹാദിന് വേണ്ടിയിട്ടല്ല ജിഹാദ്. ജിഹാദിന് അള്ളാഹ്ക്ക് ശത്രുക്കളെ നശിപ്പിക്കാനാണോ ജിഹാദ്? ശത്രുക്കളെ നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് ജിഹാദ് ആവശ്യമുണ്ടോ? ഫറോവ സമൂഹത്തെ നശിപ്പിച്ചത് ശത്രുക്കളെ ആരെങ്കിലും സൈന്യത്തെ കൊണ്ടാണോ? നൂഹ് നബിയുടെ ഖൗമിനെ നശിപ്പിച്ചത് സൈന്യങ്ങളെ വിട്ടിട്ടാണോ?
ആദിനെയും ഇറമനെയും നശിപ്പിച്ചത് അമ്പിയാക്കളും സഹാബാക്കളും യുദ്ധം ചെയ്തിട്ടാണ്. അള്ളാഹു താലക്ക് ഏകപക്ഷീയമായ ശത്രുക്കളെ നശിപ്പിക്കാവുന്നേ അവൻ ഉദ്ദേശിച്ചാണ്. എന്നിട്ടും അള്ളാഹു തന്നെ മുഹമ്മദി ഉമ്മത്തിൽ ജിഹാദ് ഫർലാക്കിയത് നിസ്കരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ജിഹാദിൻ്റെ സന്ദർഭത്തിലും കൂടി ഇമാമുൽ ജമാഅത്ത് നിസ്കരിക്കുന്ന രംഗം ഞാനൊരു വീഡിയോ അയച്ചു തന്നിട്ടില്ലേ, നോക്കിയിട്ടാണ്. വീഡിയോ നോക്കുന്ന പരിപാടി ഇല്ലല്ലോ. ആയുധങ്ങൾ നിസ്കരിക്കുന്ന രീതി ഇമാമുൽ ജമാഅത്ത് നിസ്കരിക്കുന്ന അജീബാണ്. ഇമാമുൽ ജമാഅത്ത് ഞാൻ പലപ്പോഴും ഒരു സംശയമുള്ളതാണ്, ഈ ജിഹാദ് ചെയ്യുന്നത് എങ്ങനെയാണ് നിസ്കരിക്കല്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ശരിയാണ്, ആയുധം അങ്ങനെ വെക്കണം, ആയുധം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞില്ല. എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല ഇത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു. അപ്പോൾ ആശയം ഒരു വീഡിയോ അയച്ചത് ഇമാമുൽ ജമാഅത്തായിട്ട് പട്ടാൾക്കാർ നിസ്കരിക്കുന്ന രംഗം ഭയങ്കര കണ്ണുകൊള്ളു. സംസ്കാരത്തിൻ്റെയും പ്രത്യേകിച്ച് ജമാഅത്തിൻ്റെയും കാഠിന്യം അത് ഞാൻ ജോഹറിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യത്തെ ഇമാമ് മുമ്പിലത്തെ സഫ്, രണ്ടാമത്തെ സഫ്. ഇമാമ് നിസ്കരിക്കും, ഇമാമ് റുക്കുവിലേക്ക് പോകും. അന്നേരം മുമ്പിലത്തെ സഫ് റുക്കുവിലേക്ക് പോകും, ബേക്കൽ സഫ് അടുത്ത് തന്നെ നിൽക്കും. ഇമാമ ഇത്താൽ ചെയ്യും, അപ്പം മുമ്പിലത്തെ സഫ് ഇത്താൽ ചെയ്യും, ഇമാമ് ബേക്കൽ സഫ് അടുത്ത് തന്നെ നിൽക്കും. രണ്ട് സുജൂദും കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും റുക്കു, സുജൂദ് എഴുത്തുകാരെല്ലാം രണ്ടാമത്തെ സഫുകാർ. എന്നിട്ട് അവരും കൂടി നൃത്തത്തിലേക്ക് വന്നിട്ട് പിന്നെ പോകും. അതുവരെ ഇവർ കാത്തിരിക്കും. എന്തൊരു രസമാണ്, അജീബാണ്. ഹജ്ജ് ഫർലാക്കിയത് എന്തിനാ? ഹജ്ജ് ഫർലാക്കിയത് എന്തിനാ? ഹജ്ജിന് വേണ്ടിയിട്ടല്ല, ഹാജ് നിസ്കരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഖഹാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരാൾ അറഫന്റെ ദിവസം പുറപ്പെട്ടു, അസറിന്റെ സമയം തീരാനായി. അയാൾ അറഫയിലേക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് അസർ കിട്ടൂല, അസർ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് അറഫയും കിട്ടൂല. എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞത്, അസർ നിസ്കരിക്കണം, ഹജ്ജ് അടുത്ത കൊല്ലം ഖളാ കിട്ടണോ? ആലോചിച്ചൊക്കെ ഇങ്ങനെ കിടക്കും. യുദ്ധയിലെത്തിയിട്ടായിരിക്കും ചിലപ്പോൾ അറബിയിലേക്ക് പോകാൻ എനിക്കതുണ്ടാവില്ല. ഇന്നത്തെ മാതിരി എന്തെങ്കിലും ഭയങ്കര സാഹചര്യമായിരിക്കും, യാത്ര പറ്റുമ്പോൾ അറബിയിലെത്തണ്ടേ. പക്ഷെ അസർ ഖളാന് പോയി. ഏതെങ്കിലും വണ്ടിയിലോ മറ്റോ പോയാൽ അസർ നിസ്കരിക്കുക, അസർ ഖളാവും, ജമ്മിൻ്റെ ഒത്ത് തീരും. അസർ നിസ്കരിക്കണം, ഹജ്ജ് വേണ്ടാന്ന് വെക്കണം, അടുത്ത കൊല്ലം ഹജ്ജ് ഖളാ വെക്കണം. അസറിൻ്റെ വിലയും ഹജ്ജിൻ്റെ വിലയും തമ്മിലൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള ഹജ്ജായിരിക്കും വലുത്. അതുകൊണ്ട് നമ്മുടെ ജോലിയോ നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ യാത്രയോ ഇതൊന്നും നമ്മുടെ നിസ്കാരത്തിന് തടസ്സമാകരുത്. വേറൊരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, യാത്ര അധിക പേര് മനസ്സിലാക്കിയത് യാത്രയുള്ള നിസ്കാരം ഏതാനും കസറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം യാത്രക്കാരനല്ലേ നിക്കിച്ചിട്ട് പോയിക്കോട്ടെ നല്ല വിചാരിച്ചുകൊണ്ടായിരിക്കും. അതൊന്നുമില്ല. 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയം തന്നെ 2 റക്അത്ത് സമയത്തിനെടുക്കണം. നിസ്കാരം ഗൗരവമായിട്ട് കാണണം. യാത്രയിലായാലും സാവധാനത്തിൽ നിസ്കരിക്കണം. യാത്രക്കാരനാണ് നമുക്ക് ആക്കിയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് സുന്നത്തുകളൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് അല്ലാഹുമ്മ മുഹമ്മദ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ കാണുന്ന രീതിയാണ്. യാത്രയിൽ നമ്മൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുക. ബാക്കിയെല്ലാം സാവധാനത്തിൽ. ഹോട്ടലിൽ കയറിയാൽ സാവധാനത്തിൽ, ഹോട്ടലിൽ കയറി തിന്നൽ സാവധാനത്തിൽ, കടപ്പുറത്ത് പോയാൽ എല്ലാം യാത്രൻ്റെ ഇടയിലായിരിക്കും കാര്യങ്ങൾ. ബീച്ചിൽ പോയാൽ ഒരു സാവധാനത്തിൽ. നിസ്കാരം മാത്രം യാത്രക്കാരനല്ലേ പെട്ടെന്ന് 2 മിനിറ്റ് ഇല്ല. അതുകൊണ്ട് നിസ്കാരത്തെ ശ്രദ്ധിക്കുക എന്നതാണ് ഈമാനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയും ആയുധം. നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൽപ്പിക്കുക. അല്ലാഹു തആല പറഞ്ഞു, വസ്തബിർ അലൈഹ. ശത്രുക്കൾക്കിനോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ അതിൽ ജാഗ്രതയുള്ളവരായിരിക്കുകയും ചെയ്യുക. ആരോടാ പറയുന്നത്? സുബൈദങ്ങളോട്. നിങ്ങൾ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, നിങ്ങൾ അതിൽ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കുകയും ചെയ്യണം. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുക്കും. അല്ലാഹു തആല ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് റിസ്ക്കുമായിട്ടാണ്. അത് അതിനേക്കാൾ വലിയ കഥയാണ്. നിസ്കാരത്തിൻ്റെ കൃത്യനിഷ്ഠതയെ അല്ലാഹു തആല ബന്ധിപ്പിക്കുന്നത് റിസ്ക്കുമായിട്ട്. നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ഞാനാണ്, നിങ്ങളോട് ഞാൻ റിസ്ക് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ നിസ്കാരം ക്ലിയറാക്കി ബാക്കി ഞാൻ ആയിക്കോളാം എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്കിൻ്റെ മൈന. അല്ലാഹു അക്ബർ. നിസ്കാരം കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടെ ചെയ്യും, ബാക്കി ഞാൻ ആയിക്കോളാം. തീർച്ചയാണ് അള്ളാഹു അള്ളാഹു ഒരിക്കലും വയത ലംഘിക്കുകയില്ല. അള്ളാഹു ചെയ്ത വയത ഹക്കാണ്. നമുക്ക് അള്ളാഹിനെ സംശയമുള്ളത് കൊണ്ടാണ് അതിൽ അടിമകളുടെ, അതായത് മഹ്ലൂക്കിൻ്റെ വയതയിൽ നമുക്ക് നല്ല പ്രത്യാശയാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നാൾ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതേസരം അള്ളാഹു ചെയ്യും, അള്ളാഹു പറയും, അള്ളാഹു ചെയ്യും, അള്ളാഹു നടത്തിത്തരുമെന്ന് പറഞ്ഞതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരു ആത്മീയ കഥകൾ, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു ആത്മീയ കഥ. ബാക്കിയെല്ലാം യാഥാർത്ഥ്യ കഥകൾ. ദുനിയാവിൻ്റെ കഥകളൊക്കെ യാഥാർത്ഥ്യ കഥകൾ ഇല്ല, ഒരിക്കലുമില്ല.
അതുകൊണ്ട് വീട്ടിലായാലും ശരി, ഇപ്പം കൊറോണ പോലെയുള്ള കാര്യം എന്താണ് സംഭവം, വീട്ടിൽ എത്രത്തോളം നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ നിസ്കരിച്ച് തീർക്കുക എന്നുള്ള രീതി ഉണ്ടാവരുത്. ജോലി മുട്ടി നിൽക്കുന്നു, എത്രയും പെട്ടെന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ ജോലി പാഴാവുന്ന ജോലി ചെയ്തിട്ട് നല്ല നിർത്തിക്കുക. ആ ജോലി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, എന്നാൽ നമുക്ക് വേഗം നിസ്കരിക്കാം, എന്നാൽ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാമല്ലോ, ഇന്നാലില്ലായോ ഇല്ലാതെയോ, അത് പറ്റില്ല. നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം, എന്നാൽ സാവധാനത്തിൽ നിസ്കരിക്കാമല്ലോ. നമ്മുടെ പ്രയോഗം തന്നെ അങ്ങനെയാവും. ഇപ്പോൾ വീടുകളിൽ നിന്നുള്ള ചർച്ച ചെയ്ത് എന്നാൽ വേഗം നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കാമല്ലോ, എന്നാൽ വേഗം ഭക്ഷണം കഴിച്ചോ, എന്നാൽ നിങ്ങൾക്ക് സാവധാനത്തിൽ നിസ്കരിക്കാമല്ലോ എന്ന് പറയണം. ഇശ പിന്തിക്കാൻ പറയാൻ കാരണം അതാണ്. ഇശ പിന്തിക്കാൻ അനുവാദമുണ്ട് അല്ലേ? മഗ്‌രിബിന് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ച റാഹത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ജോലി ഇശാസ്കാരം. നമ്മളെല്ലാം ഉൾട്ടയാണ്, നമ്മുടെ നാട്ടിലെ എല്ലാ സമ്പ്രദായങ്ങളും ഉൾട്ടയാണ്. അതുകൊണ്ട് നമ്മളോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, നിസ്കാരത്തിൻ്റെ കാര്യം വസ്തബിറാലിഹ, കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിസ്കാരത്തിലൂടെ മാത്രമേ മറ്റ് അമലുകളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിൽ ബാങ്ക് വിളിച്ചു, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ അയൽവക്കത്ത് എന്തോ ഒരു ബഹളം കേട്ടു, ഒരു ആക്സിഡൻറ്റ്. കയറി നോക്കിയപ്പോൾ ആർക്കും എന്തോ അസുഖമായതാണ്. അതിനെ കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ പോയി കാണിച്ച് അത് മരുന്ന് വാങ്ങാൻ പറഞ്ഞ് മരുന്ന് വാങ്ങാൻ പോയി. എല്ലാം എമർജൻസി. അപ്പോഴേക്കും ഇശ ബാങ്ക് വിളിച്ചു. ഞങ്ങൾക്കെന്ത് സാധിച്ചില്ല, മഗ്‌രിബ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ ഒന്നിക്കൽ അയാളുടെ വാക്ക്, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്ത അയാളുടെ ഈമാനിനെ അല്ലെങ്കിൽ ഹിദായത്തിനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ മഗ്‌രിബിൻ്റെ തൗഫീഖ് ഉയർത്തപ്പെട്ടു പോയി. അതാണ് കാര്യം. ഈമാനുമായിട്ട് ബന്ധമുള്ളതല്ലാതെ നിസ്കാരം പാഴാകുന്നതിന് വേറെ ഒരു കാരണവുമില്ല. ഈമാൻ ക്ലിയറാണോ അവനെ കൊണ്ട് അള്ളാഹു നിസ്കരിപ്പിക്കും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഈമാനാണെങ്കിൽ. ഒരാൾ ഒരു 50 വയസ്സ് വരെ നിസ്കരിക്കാറില്ല, മുസ്ലിമാണ്. 50 വയസ്സായി. 51ാമത്തെ വയസ്സിൽ ഏതൊരു വയന്ന് കേട്ടു, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു, ഒരു കാരണം, ഒരു സബബ്. അതുകൊണ്ട് സുബഹി മുതൽ പള്ളിയിൽ കാണും. അല്ലെങ്കിൽ തബ്ലീഗുകാരുടെ ഭാഷയിൽ പറഞ്ഞ ജമാഅത്തിൽ പോയി. എന്തുകൊണ്ട്? ഈ 50 വർഷം അദ്ദേഹത്തിൻ്റെ ഈമാൻ അല്ലാഹു തആല ഒന്നിക്കൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കാരണത്താൽ. ആ ഡിസ്മിഷൻ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു, തൗഫീഖ് തിരിച്ചു കിട്ടി നിസ്കാരത്തിൻ്റെ. അതാണ് സുബഹി നിസ്കരിക്കേണ്ടത്. നമ്മൾ എന്താ പറയുക, അത് വയന്ന് കേട്ടിട്ട് തിരിക്കാൻ തുടങ്ങിയ ഒന്നല്ല. അയാൾ ഈമാനുമായിട്ടാണ് അയാൾ നിസ്കാരത്തിൻ്റെ ബന്ധം. ഈമാൻ്റെ കുഴപ്പം അല്ലാഹു തആല പരിഹരിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ തൗഫീഖ് തിരിച്ചു കൊടുത്തു. അത്ര കൃത്യമാണ്. ഒരാൾ നിസ്കരിക്കാറില്ല, ഹജ്ജും ചെയ്യും, സക്കാത്തും കൊടുക്കും, എല്ലാം ചെയ്യും. പള്ളിക്ക് 1 ഏക്കർ സ്ഥലം ഖബർസ്ഥാനിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു. മഹാഭൂരിപക്ഷം ഫുഖഹാക്കളുടെ അഭിപ്രായം അയാളെ പൊതു ഖബർസ്ഥാനിൽ വെക്കാൻ പറ്റില്ല. അയാൾ വഖഫ് ചെയ്തായിരിക്കും ചിലപ്പോൾ, കുറേ കാര്യം. നമ്മളെ നാട് പോലത്തെ നാടാണെങ്കിൽ മയ്യത്ത് കൊണ്ട് പോയി വെക്കാൻ പറ്റില്ലല്ലോ. ഫുഖഹാക്കൾ എഴുതി, മുഅ്മിനീങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വെക്കരുത്, ദൂരെ എവിടെയെങ്കിലും വെച്ചോളണം. ഖബർസ്ഥാനത്തിൻ്റെ വെക്കാം, പക്ഷേ മുഅ്മിനീങ്ങൾ അടങ്ങാതാക്കരുത്. അത്ര അപകടകാരിയാണ് നിസ്കാരം പാഴാക്കുന്നത്, താരിഖുസ്സലാം. അതുകൊണ്ട് യാത്രയിലായാലും ജോലി തിരക്കിലായാലും എന്തെന്നായാലും ശരി, നിസ്കാരത്തിൻ്റെ കാര്യം പരിഗണിക്കുക. ഈമാൻ പ്രകാശമുള്ളതാക്കി തീർക്കുക, നിസ്കാരം മനോഹരമാക്കി തീർക്കുക. അഴകുള്ള നിസ്കാരം നിർവഹിക്കണം, മനോഹരമായ നിസ്കാരം നിർവഹിക്കണം. നമ്മളൊക്കെ കഥയിൽ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിന് അമ്പറിച്ചപ്പോൾ വലിച്ചിട്ട് കിട്ടുന്നില്ല, ഭയങ്കര വേദന, ഞാൻ നിസ്കരിക്കുമ്പോൾ വലിച്ചോളുന്നത്.
ഞാൻ നിസ്കരിച്ചാൽ ഞാൻ നിസ്കാരത്തിലായി കഴിഞ്ഞ് സുജൂദിലേക്ക് പോയി എടുത്തോളൂ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അമ്പ് ആരാ എടുത്തത്, എപ്പോഴാണ് എടുത്തതെന്ന് ചോദിച്ചു. ചരിത്രം വായിച്ചിട്ട് വെച്ചാൽ ഖുർറത്തു ഐനി ഫിസ്സല, സുഹൈദങ്ങൾ പറഞ്ഞു എനിക്ക് കണ്ണ് കുളിർമയാകുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരം സ്പീഡ് കൂട്ടരുത്, മനോഹരമായി നിസ്കരിക്കണം, ആനന്ദകരമായി ആസ്വദിച്ച് നിസ്കരിക്കണം. ഇല്ലേ, ദുനിയാവ് ആസ്വദിക്കൂലേ? ടൂറിസ്റ്റെല്ലാം പോയാൽ ദുനിയാവിൻ്റെ പച്ചകൾ കണ്ട് ആസ്വദിക്കുന്നില്ല. ആ ആസ്വാദന നിസ്കാരത്തിൽ കിട്ടാത്ത പരമാവധി ദുആ കാണാതെ പഠിക്കണം. ഹദീസിലും ഖുർആനിലും വന്ന ദുആകൾ, എന്നിട്ട് സുജൂദിലും അത്തഹിയാത്തിലും ഒക്കെ ദുആ വർദ്ധിപ്പിക്കണം. എന്നിട്ട് സലാം ഉണ്ടാവും. പള്ളിയിൽ പൊതു ഇമാമായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് ചില പരിമിതികളുണ്ട്. പൊതു ഇമാമാകുമ്പോൾ ചില പരിമിതികളുണ്ട്. അവർ ദുആഫാക്കളെ പരിഗണിച്ച് വേണം ഇമാം നിസ്കരിക്കാന്നല്ലേ റസൂൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. രോഗികളെയും ബലഹീനതയുമാണ് പരിഗണിക്കേണ്ടത്. അവരവസ്ഥ വരുന്നത് ചിലപ്പോൾ കൊല്ലുവല്ലാർക്കും അന്തരക്കപ്പെട്ട് എപ്പോഴടിക്കുന്നതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. തറാവീഹ് നിസ്കരിക്കുമ്പോൾ അനന്തരക്കപ്പെട്ട് എപ്പോഴടിക്കുന്നു ഇരുവരക്കാലത്ത് അനന്തരക്കയ്പ് വധിപ്പിക്കുന്നത് ഇന്ത്യ അനന്തരക്കയ്പ് ഖുർആനിൽ പെട്ടോന്നല്ലേ? അങ്ങനെ കേൾക്കുന്നവർ അങ്ങനെ നിൽക്കിക്കട്ടെ. ആസ്വാദനം നഷ്ടപ്പെടാൻ പാടില്ലെന്നാണുള്ള റുക്കൂകൾ, ഇത്തിദാല്, സുജൂദ്, അതിലുള്ള കാമിലായ ദുആകൾ, പൂർണ്ണമായ ദുആകൾ പഠിച്ച് നമ്മളിപ്പോൾ ഇബാദത്തെല്ലാം ഷോർട്ടും ദുനിയാവെല്ലാം ഹയ്യുമാണ് നമ്മളത്. മാക്സിമം ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലൈമാക്സ്, ദീനിൻ്റെ വിഷയങ്ങളെല്ലാം ഷോർട്ട്. നിസ്കാരം എത്ര ഷോർട്ടായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട്. അതെ, ഷോർട്ടായി നിസ്കരിക്കാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നിസ്കരിക്കും. ഏതുപോലെ സുബ്ഹിൻ്റെ സുന്നത്ത് പോലെ. ഇതെല്ലാം പരിശീലനമാണ്. അല്ലാഹു റസൂൽ നൽകുന്ന പരിശീലനമാണ്. സുബ്ഹി ഇഷ്ടംപോലെ സമയമുള്ളൊരു സമയമാണ് സുബ്ഹിൻ്റെ കൊടുത്തത് അല്ലേ? എന്നാൽ കുറച്ച് നിസ്കരിച്ചേക്കാൻ പറ്റില്ല, നീട്ടി നിസ്കരിച്ചേക്കാൻ അതും പറ്റില്ല. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞത് റളിയല്ലാഹു അൻഹ ഫാത്തിഹ തന്നെ ഓതും സംശയമാണെന്നാണ്. സുബൈലിന്റെ ഫജ്റിന്റെ സുന്നത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫാത്തിഹ തന്നെ ഓതും സംശയമാണ് ചിലപ്പോൾ. പക്ഷെ പിള്ളേർക്കാഫിനും കൊല്ലുവല്ലാഹുവാണ് അവതാറുണ്ടായിരുന്നത് ഹദീസ് കൊണ്ട് ഇതങ്ങ് തള്ളി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷോർട്ടാക്കി നിസ്കരിക്കാൻ പറഞ്ഞിടത്തെല്ലാം ഷോർട്ടാക്കി നിസ്കരിക്കണം. നമ്മൾ മഗ്രിബ് കുറക്കും, ഇശ നീട്ടും ഇല്ല. സുബൈലിന്റെ സുന്നത്ത് മഗ്രിബ് നീട്ടലും ഇശ കുറക്കലോ എന്തുണ്ടെങ്കിൽ ഉൾട്ട. മഗ്രിബും ഇല്ല കഫനും കൊല്ലുവല്ലാഹും തപ്പത്തിയതെല്ലാം വിധാചാരനത്. ഇശ നല്ല പ്രായത്തായിരിക്കും. ഇശ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പിരിച്ചു വിട്ടേക്കണം പള്ളിയിൽ. സുന്നത്ത് ഹയാത്തായേ പറ്റും. നമ്മുടെ ജീവിതകാലത്ത് സുന്നത്ത് ഹയാത്താക്കി നമുക്ക് പറ്റും. അത് അംഗീകരിക്കുന്നു നമ്മൾ വിഷയമാക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈമാനിനെ നാം സൂക്ഷിക്കുക അമാലുകളെ കൊണ്ട്. അമാലുകളുടെ കൂട്ടത്തിൽ രണ്ട് അമലുകളാണ്, രണ്ട് ഹക്കുകൾ പൂർത്തിയാക്കലാണ് അമാലുകൾ. ഒന്ന് ഹുഖൂഖുൽ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കുക. അഹക്കു മിൻ ഹുഖൂഖിൽ ഇലാഹ്, അള്ളാഹുവിനോടുള്ള ഹക്കുകളിൽ ഏറ്റവും ബലപ്പെട്ട ഹക്ക് അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരമാണ്. അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തേക്കാൾ വലിയൊരു അമല് വേറെയില്ല, വല്ലാഹി ഇല്ല, ആരെന്ത് പറഞ്ഞാൽ. പക്ഷെ എല്ലാ അമലുകളും ചെയ്യാൻ നിസ്കാരത്തെയാണ് നിർത്തി വെക്കാറ്. ഭക്ഷണം കിറ്റ് വിതരണം ചെയ്യാനും നിസ്കാരം നിർത്തി വെക്കും, നിസ്കരിക്കാൻ നടത്താനും നിസ്കാരം നിർത്തി വെക്കും, എത്തിക്കാൻ നടത്താൻ, മതപ്രസംഗം നടത്താൻ, പിന്നെ NRCക്കും മറ്റേ പേരുത് NRCൻ്റെ എൻജിൻ്റെ CA, അതിന് പ്രതിഷേധത്തിനും നിസ്കാരം നിർത്തി വെക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടേണ്ട എല്ലാ വഴിക്കും നിസ്കാരം നിർത്തി വെക്കും. അനന്തരഫലം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 12 ആളെ സെലക്ട് ചെയ്തു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ. 12 നേതാക്കന്മാരെ. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അത് യാക്കൂബ് നബിന്റെ 12 ആൺമക്കളുടെ ഓരോ മക്കളുടെ കുടുംബത്തിൽ നിന്നുള്ളതാണ് ആ 12 ഓരോ പേരും. ആ 12 ഗോത്രം, ആ 12 ഗോത്രം യാക്കൂബ് നബിന്റെ 12 ആൺമക്കളുടെ ഗോത്രമായിരുന്നു എന്ന്. അതിൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന്. അവർക്ക് വേണ്ടിയാണ് 12 നദികൾ അല്ലാഹു തആല ഒഴുക്കി കൊടുത്തത്. പാറപ്പുറത്തടിച്ചപ്പോൾ ഹജർ ഫൻഫജറത് മിൻഹു സ്നതാ അശ്റത ഐന. വടികൊണ്ട് പാറപ്പുറത്തടിച്ചപ്പോൾ പാറ പൊട്ടി കീറി 12 നദികൾ വന്നത് ഈ 12 ഗോത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത്ര ഇഷ്ടമായിരുന്നു അല്ലാഹു തആലക്ക് ബനൂ ഇസ്രായേൽ. പിന്നീട് അത്രയും വെറുപ്പുള്ളൊരു സമൂഹം ലോകത്ത് വേറെ ഇല്ല. അല്ലാഹ് എന്താ കാര്യം? ഈ 12 പേര് പേടി പറഞ്ഞപ്പോൾ എന്താണ് മൂസാ നബി പറഞ്ഞത്?
ലഇൻ അഖംതസ് എന്ന് ആയത്ത് അഖംതുമുസ് സലാത്ത വആതഉസ് സകാത്ത വഖറദു وآمنتم برسلي وعزرتم വആമൻതും ബിറുസുലി വഅസ്സത്തും. അല്ലാഹു അബൂ സാഹിബ് പറഞ്ഞു അതൊന്നും വിഷയമല്ല. ഞാൻ ഈ ഫലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10-25 കൊല്ലം നടത്തിയൊരു പ്രസംഗം ഈ അടുത്ത തവണ ആരോ അത് യൂട്യൂബിലിട്ടു. അപ്പോൾ ഒരു കൗസരി മുസ്ലിയാർ അതിനോട് പ്രതികരിച്ചു. എപ്പോഴും നിൽക്കാനും നോമ്പും പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി, എപ്പോഴും തർബിയത്തും തസ്കിയത്തും കൊണ്ട് പറഞ്ഞ് നടന്നാൽ മതി, ഇയാൾ എപ്പോഴും ഇതാ പരിപാടി. പണ്ട് ബാബരി മസ്ജിദ് ഉള്ള സമയത്ത് ഇയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് പിന്നെ ശരീഅത്ത് സംവാദം വന്നപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 400 കൊല്ലം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടത് അല്ലാഹു തആല ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അവകാശപ്പെട്ടതാണെങ്കിൽ ഇസ്ലാം കൊണ്ട് മാത്രമേ കൊടുക്കുള്ളൂ. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന്റെ അഡ്രസ്സിലാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇസ്ലാമുള്ളവർക്ക് മാത്രമേ ബൈത്തുൽ മുഖദ്ദസ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന് അനന്തരാവകാശികളെ ജൂതന്മാർ തന്നെയാണ്. സംശയം എന്താ? ഒരു ഉപ്പാന്റെ 2 മക്കൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 ആമക്കൾ, ഒന്ന് ഇബ്രാഹിം, ഒന്ന് ഇസ്ഹാഖ് നബി, ഒന്ന് ഇസ്മായിൽ നബി. ഇസ്ഹാഖ് നബിന്റെ മക്കൾക്കാണ് ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു തആല സ്വന്തമാക്കി കൊടുത്തത്. ഇസ്മായിൽ നബിന്റെ മക്കൾക്ക് മക്കത്തും മക്കയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് ഖുറൈശികൾ ഇസ്ലാമിനെ പിടിച്ചപ്പോൾ, ഇബ്രാഹിമി ശരീഅത്തും ഇബ്രാഹിമി മില്ലത്തും നിലനിന്നപ്പോൾ മക്കയിലെ കഅബ ശരീഫ് ആരും കൊണ്ടുപോയില്ല. ജൂതന്മാർ കൊണ്ടുപോയില്ല, ക്രിസ്ത്യാനികൾ കൊണ്ടുപോയില്ല, ആരും കൊണ്ടുപോയില്ല, ഇന്നും കൊണ്ടുപോയില്ല, അന്നും കൊണ്ടുപോയില്ല. എന്താ കാര്യം? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ചാണ് ഇസ്മായിലിന്റെ മക്കൾ ജീവിച്ചത്. അതുകൊണ്ട് ഇസ്ഹാഖ് നബിന്റെ മക്കൾ അല്ലാഹുവിനെയും വിട്ടു, അല്ലാണ്ട് ഇബ്രാഹിം നബിനെയും വിട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഒരു പുതിയ മതം ഉണ്ടാക്കി. ഖുറൈശികൾ പുതിയ മതം ഉണ്ടാക്കിയിട്ടില്ല. ഖുറൈശികൾ ഇബ്രാഹിം നബിന്റെ മതത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്മായിൽ നബിന്റെ മക്കൾ, ഇസ്ഹാഖ് നബിന്റെ മക്കൾ പുതിയ മതം ഉണ്ടാക്കി. ഇസ്ഹാഖ് നബിന്റെ പേരക്കുട്ടിയാണ് മൂസാ നബി. മൂസാ നബിന്റെ ആൾക്കാർ ജൂതമതം ഉണ്ടാക്കി. ആ കുടുംബത്തിൽപ്പെട്ടതാണ് ഈസാ നബി. ഈസാ നബിന്റെ ആൾക്കാർ ക്രിസ്തുമതം ഉണ്ടാക്കി. മറ്റൊരു കൂട്ടക്കാർ മജൂസി മതം ഉണ്ടാക്കി. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്നത് ഇസ്ലാം കൊണ്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. ഇന്നൊക്കെ തന്നെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടെങ്കിലേ ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ കൊണ്ടുപോകും. അതിന്റെ അവകാശികൾ ആരാണ്? ഇസ്ലാമാണ് അതിന്റെ അവകാശി. ഇസ്ലാം ഉള്ളവർക്കുള്ളതാണത്. ഇല്ലെങ്കിലോ, ഇസ്ലാം ഇല്ലെങ്കിലോ അതിന്റെ ഭൗതികമായ അവകാശി ആരെന്നോ അവർ കൊണ്ടുപോകും. അതിന്റെ ഭൗതിക അവകാശികൾ കൊണ്ടുപോകും. ഇസ്മായിൽ നബിന്റെ പേരെ കുട്ടികൾക്കുള്ളതാണ് മക്കയും കഅബയും. അവർ വേറെ മതം ഉണ്ടാക്കിയില്ല. അബൂജഹലടക്കം ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും അനുസരിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല കഅബാലയത്തിന്റെ അവകാശം വേറെ ഒരു മതക്കാർക്കും കൊടുത്തില്ല. കുറെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആരും കഅബം ഭരിച്ചിട്ടില്ല 4000 കൊല്ലത്തിന്റെ ഇടയിൽ. ഇബ്രാഹിം നബിക്ക് ശേഷം 4000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നത്. ഇബ്രാഹിം നബിക്ക് ശേഷം ഒരു മതക്കാരും ഭരിച്ചിട്ടില്ല. ഇബ്രാഹിമി മില്ലത്തനുസരിച്ചുള്ള ഖുറാഫാത്തും ബിദ്അത്തും നടന്നുകൊണ്ടേയുള്ളൂ. ഖുറൈശി സമൂഹത്തിലെ മല്ലമാര് ഇബ്രാഹിമി ശരീഅത്തിന് വിരുദ്ധമായി മൗലാന ശരീഅത്ത് കൂട്ടിക്കൊണ്ടത്. ഏതുപോലെ ലബ്ബൈക്ക് അല്ലാഹു പോലെ ഇബ്രാഹിം നബിന്റെ കാലം മുതൽ തുടങ്ങിയതല്ലേ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇബ്രാഹിം നബിന്റെ കാലം മുതലേ ഉള്ളതാണ്. ഖുറൈശികൾ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ മൗലാനമാരെ ഇതിനൊക്കെ കൂട്ടിക്കൊടുത്തു. ഇബ്രാഹിമി സ്വലാത്തിന് പകരം നാരിയത്ത് സ്വലാത്ത് കൂട്ടിയതുപോലെ എന്താ കൂട്ടിക്കൊടുത്തു? ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലിക്കുഹു വമാ മലക്. ഒറിജിനൽ ഒന്നിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ ശരി അതാണ് അബൂജഹൽ ചെയ്ത തൽബിയത്തതാണ്, ഉത്ബത്ത് ചെയ്തത്. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തത്. അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൂട്ടിക്കൊടുത്ത ഒരു വാക്ക് ഔലിയാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂപ്ലിക്കേറ്റ് തള്ളി ഒറിജിനൽ നിലനിർത്തി. റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്നതിന് ശേഷം ഒറിജിനൽ തൽബിയത്ത് നിലനിർത്തി. മറ്റൊരു അക്ഷരം പോലും മാറ്റിയിട്ടില്ല. ഇബ്രാഹിം നബിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള തൽബിയത്ത് ഒരു അക്ഷരം പോലും റസൂൽ തങ്ങൾ മാറ്റിയിട്ടില്ല. അതേ അവസരത്തിൽ അദ്നാന്റെ കുടുംബക്കാർ അല്ലെങ്കിൽ കുസൈന്റെ കുടുംബക്കാർ, കുസൈന് ശേഷമാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാപ്പമാരെ കൂട്ടത്തിൽ കുസൈന്റെ കാലം മുതലാണ് ജാറങ്ങൾ വരാൻ തുടങ്ങിയത് കഅബാലയത്തിന് ചുറ്റും. അതുവരെയും തൗഹീദായിരുന്നു കഅബാലയം. കഅബാലയത്തിന് ചുറ്റും ജാറങ്ങൾ ഉണ്ടായിരുന്നില്ല കുസൈന്റെ കാലഘട്ടം വരെ. കുസൈയാണ് കഅബാലയത്തിന് ചുറ്റും ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ ഒക്കെ ജാറുണ്ടാക്കി സിറിയക്കാരെയും മറ്റൊക്കെ തൃപ്തിപ്പെടുത്താൻ, റോമക്കാരെയും സ്ത്രീക്കാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയത്, കച്ചവടം തിരിപ്പിക്കാൻ വേണ്ടി. 5ാമത്തെ ഉപ്പാപ്പ. അതിനുശേഷമാണ് ഈ ഔലിയാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലിക്കുഹു വമാ മലക് എന്നുള്ള തൗഹീദിന്റെ വാല് വന്നത്. ആ വാല് മുറിച്ച് കളഞ്ഞു റസൂലുള്ളാഹി. എന്നിട്ട് ഒറിജിനൽ നിലനിർത്തി. അതേ അവസരത്തിൽ ഇസ്രായേലി സമൂഹം അങ്ങനെയായിരുന്നില്ല. ബനൂ ഇസ്രായേൽ അങ്ങനെയായിരുന്നില്ല. ഫലസ്തീനാണ് അവർക്ക് കേന്ദ്രമായി കൊണ്ട് 2 ഇബ്രാഹിം നബി എടുത്തതാണ്. മക്ക ഷരീഫ് കഅബാല ഇബ്രാഹിം നബി പുതുക്കി പണിതിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ എടുക്കുന്നതെന്നാണ് ചരിത്രം.
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ് 2 ആസ്ഥാനങ്ങൾ. 2 പേരക്കുട്ടികളുടെ കുടുംബമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇസ്മായിൽ നബിന്റെ കുടുംബം മക്ക നോക്കിക്കൊണ്ടിരുന്നു, ഇസ്ഹാഖ് നബിന്റെ കുടുംബം ബൈത്തുൽ മുഖദ്ദസ് നോക്കിക്കൊണ്ടിരുന്നു. എന്തേ ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടത്? ഇതൊന്നും ആർക്കും വിഷയമല്ല. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൂട്ടക്കാരോട് പറഞ്ഞ എന്താ, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുകയും കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും എൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ രാജ്യം സ്വന്തമായി കിട്ടുമെന്ന്. അതൊന്നും ആർക്കും വിഷയമല്ല. തെളിവെന്താണ് ഈ മുസ്ലിംകൾക്ക് തെളിവെന്താണെന്നറിയുമോ? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മൂസാ നബി ആളെ അയച്ചില്ലേ? അത് യുദ്ധം തന്നെ വിഷയം, ബോംബ് പൊട്ടിക്കണം എന്നല്ല പൂർത്തിയായി. ഇവിടെ പറഞ്ഞ വ്യവസ്ഥകളൊന്നും ആർക്കും വിഷയമല്ല. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് അനായാസം കടന്നിയല്ല. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിആനത്ത് ചെയ്യുക അല്ലെ? അല്ല, അത് വേറെ. ഈ ആയത്തിൽ തന്നെ അള്ളാഹുവിനോട് സഹായം തരാൻ കൂടി പറയുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ അള്ളാഹു തആല ഫലസ്തീൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്രായേലി സമൂഹത്തിന് ഫലസ്തീൻ കീഴടങ്ങാൻ അള്ളാഹു തആല വെച്ച വ്യവസ്ഥ അതാണ്. അതിൽ മുഖ്യമായിട്ട് പറഞ്ഞത് നിസ്കാരമാണ്, പിന്നെ പറഞ്ഞത് സക്കാത്തും, പിന്നെ പറഞ്ഞത് സുന്നത്തായ ജീവിതം, പ്രവാചകന്മാരനുസരിച്ചുള്ള ജീവിതം. എന്നാൽ നിങ്ങൾക്കത് എന്നല്ലാതെ യുദ്ധം ചെയ്തിട്ട് അസ്ബാബുകളെ കൊണ്ടൊന്നും ഒരിക്കലും ഫലസ്തീൻ സ്വതന്ത്രമാക്കാൻ വല്ലാഹി കഴിയില്ല. ആരെന്ത് പറഞ്ഞാലും കഴിയില്ല. ഇന്ന് ലോകത്ത് നിലവിലുള്ള മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും അവരുടെ പട്ടാളങ്ങൾ മുഴുവനും ഒരുമിച്ചാലും ശരി, ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഫലസ്തീനെ വിജയിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടല്ലാതെ? ഫലസ്തീനികൾ അള്ളാഹുലേക്ക് മടങ്ങലുകൊണ്ടല്ലാതെ. അത് ചരിത്രമാണ്. അല്ലെങ്കിൽ ഫലസ്തീൻ ചരിത്രത്തിന്റെ ഭാഗമല്ലാതെ ആധുനിക രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ദുനിയാവിലുള്ള പൊളിറ്റിക്കൽ മാപ്പ് അനുസരിച്ച് ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിട്ടേക്ക്. ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫലസ്തീനെ ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിമുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഷർത്ത് പാലിച്ചിരിക്കണം. എന്താണ് ഷർത്ത്? ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തും മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തും പൂർത്തിയാക്കിയിരിക്കണം. അവർക്കാണ് അല്ലാഹു തആല വാഅദ ചെയ്തിരിക്കുന്ന ഫലസ്തീൻ. നാടൻ മുസ്ലിമീങ്ങൾക്കല്ല, മുബ്തദികളായ മുസ്ലിമീങ്ങൾക്കല്ല, മുശ്രിക്കുകളായ മുസ്ലിങ്ങൾക്കല്ല അല്ലാഹു തആല ഫലസ്തീൻ വാഅദ ചെയ്തിരിക്കുന്നത്. മുഅ്മിനീങ്ങൾക്കാണ് ഫലസ്തീൻ വാഅദ ചെയ്തിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ ഈമാൻ പോയാലോ പിന്നെ അസ്ബാബുകളാണ് ജയിക്കുക. അപ്പൊ അസ്ബാബുകൾ കൂടുതൽ ആരുടെ കയ്യിലുണ്ടോ അവരെ അല്ലാഹു തആല ജയിപ്പിക്കും. അസ്ബാബിന്റെ വിഷയത്തിൽ, ആയുധത്തിന്റെ വിഷയത്തിൽ, അധികാരത്തിന്റെ വിഷയത്തിൽ അള്ളാന്റെ സുന്നത്ത് എന്താ? കൂടുതൽ ആരുടെ കയ്യിലാണുള്ളത് അവർ ജയിക്കും. അതേ അവസരത്തിൽ ഈമാനും അഅ്മാലും അസ്ബാബും തമ്മിലാണ്, ആദർശവും ആയുധവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ വല്ലാഹി ആദർശം ജയിച്ചിരിക്കും. ബദർ പോലെ ആദർശത്തെ അള്ളാഹു ജയിപ്പിച്ചു, അസ്ബാബുകളെ അള്ളാഹു തോൽപ്പിച്ചു. ഉഹദിൽ രണ്ടും തുല്യമാണ്. അസ്ബാബും അഅ്മാലും, അസ്ബാബുകൾ രണ്ട് കൂട്ടക്കാർക്കും അസ്ബാബ് തുല്യമാണ്. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് പട്ടാളം, മുശ്രിക്കുകളുടെ കയ്യിലുണ്ട് പട്ടാളം. മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് ആയുധം, മുശ്രിക്കുകളുടെ കയ്യിലുണ്ട് ആയുധം. ഇവിടെ അസ്ബാബും തമ്മിലായി രണ്ടാമത്തെ പോരാട്ടം. ആദ്യത്തെ പോരാട്ടം അഅ്മാലും അസ്ബാബും തമ്മിലായി. ഉഹദിൽ ഫസ്റ്റ് റൗണ്ട് അഅ്മാലും അസ്ബാബും തമ്മിലാണ്. അതായത് ഒരു ഭാഗത്തും അസ്ബാബ് ആയുധം മറ്റു ഭാഗത്തും കൂടായിട്ട് ജയിച്ചു മുസ്ലിമീങ്ങൾ, തോറ്റോടി മുശ്രിക്കുകൾ. രണ്ടാം ഘട്ടം വന്നപ്പോൾ അസ്ബാബും തമ്മിലായി. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്തിന് പോർലേക്ക് കുന്നിന്റെ മുകളിലുള്ള ആൾക്കാർ ഇറങ്ങി വരാൻ തീരുമാനിച്ചു. അള്ളാഹു സഹായം പിൻവലിച്ചാൽ, അഅ്മാലി സഹായം പിൻവലിച്ചാൽ, അഅ്മാലി താക്കത്ത് പിൻവലിച്ചാൽ പിന്നെ അസ്ബാബി താക്കത്തിനാണ് പ്രസക്തി. അസ്ബാബും തമ്മിൽ ഏറ്റുമുട്ടി മുസ്ലിമീങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു. ഇതൊക്കെ വളരെ കൃത്യമായിട്ടും ഈ മൗലവിമാരടക്കം മുസ്ലിയാക്കന്മാരടക്കം പിന്നെയും അസ്ബാബുകളെ പ്രേരിപ്പിക്കുന്നത് എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, ഏത് വിഷയമായിരുന്നാലും ശരി, ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ, ഇസ്ലാമിൻ്റെ കെയർ ഓഫിൽ എന്തെങ്കിലും അല്ലാഹു തആല നൽകാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമിൻ്റെ കെയർ ഓഫ് കിട്ടൂല, അത് ഇസ്ലാമിൻ്റെ കെയർ ഓഫിലേ കിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ ഒന്നാമത്തത് എന്താണ്? തൗഹീദ് ക്ലിയറാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? ആ തൗഹീദിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ അഅ്മാലുകൾ ക്ലിയറാക്കുക എന്നുള്ളതാണ്. അഅ്മാലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമല് ഹുഖൂഖുൽ ഇലാഹ് പൂർത്തിയാക്കലാണ്, അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കലാണ്. അള്ളാഹുവിനോടുള്ള ഹക്കിൽ ഏറ്റവും വലിയ ഹക്ക് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദ്. പിന്നെ തൗഹീദിനെ അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്, തൗഹീദിനെ നിലനിർത്താനുള്ള അഅ്മാലുകളെ അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്ന ഹുഖൂഖുൽ ഇബാദുമായിട്ടാണ്, അടിമകളോടുള്ള ഹക്കുകളാണ്. ഖുർആൻ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ അല്ലാഹു തആല പറഞ്ഞത് ഫഖിമിസ് സ്വലാത്ത ലിദിക്രി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത്ത ലിദിക്രി. അവിടെ അല്ലാഹു തആല നിസ്കാരത്തെയാണ് തൗഹീദുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹുഖൂഖുൽ ഇബാദ്. അതാണ് ഹുഖൂഖുൽ ഇബാദ്, അടിമകളുള്ള അഹഖു മിൻ ഹുഖൂഖുൽ ഇബാദ്. അഹഖു മിൻ ഹുഖൂഖുൽ ഇബാദ് എന്താണത്? ഹുഖൂഖുൽ വാലിദൈൻ. അല്ലാഹു തആല അവിടെ ഈമാനെ ഷർത്താക്കി വെച്ചിരിക്കുന്ന ഈമാന്റെ നിലനിൽപ്പിന്, ഈമാൻ ഡാമേജ് സംഭവിച്ചു പോകാതെ, ഈമാൻ സസ്പെൻഡായി പോകാതെ, ഈമാൻ ഡിസ്മിസായി പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള രണ്ടാമത്തെ ആയുധം ഇബാദിനോടുള്ള, അടിമകളോടുള്ള ഹക്ക് പൂർത്തിയാക്കലാണ്.
അടിമകളുള്ള ഹക്കിൽ അഹഖു മിൻ ഹുഖൂഖിൽ ഇബാദ്, അടിമകളോടുള്ള ഹക്കിൽ ഏറ്റവും അഹക്കായ ഹക്ക് ഹുഖൂഖുൽ വാലിദൈൻ. തെളിവ് അല്ലാഹുവിന്റെ ഖുർആൻ, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. തൗഹീദ് നിലനിർത്തണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഓർഡറാണ്, അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റാണ്, അള്ളാഹുവിന്റെ ഓർഡറാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയുള്ളവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ഹഖുൽ ഇലാഹിനെയാണ് ബന്ധിപ്പിച്ചത്, ഇവിടെ ഹഖുൽ ഇബാദിനെയാണ് ബന്ധിപ്പിച്ചത്. ഈ രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വിഷയങ്ങൾ. ഹഖുൽ ഇലാഹിൽ ഏറ്റവും വലിയ ഹക്ക് നിസ്കാരമാണ്, ഹഖുൽ ഇബാദിൽ ഏറ്റവും വലിയ ഹക്ക് മാതാപിതാക്കളോടുള്ള ഹക്കാണ്. ഹുഖൂഖുൽ ഇബാദ്, ഹുഖൂഖുൽ ഇബാദ്, ഹഖുൽ വാലിദൈൻ, ഹഖുൽ വാലിദൈൻ അപ്പോൾ മാറിപ്പോകുന്നുണ്ട് അദ്ദേഹം. ഹുഖൂഖുൽ വാലിദൈൻ ഹുഖൂഖുൽ വാലിദൈൻ്റെ അർത്ഥം വെക്കാറ്. ഹഖുൽ വാലിദൈൻ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ കണ്ടിട്ടില്ല, അടിക്കുന്നതും കുത്തുന്നില്ല കണ്ടിട്ടില്ല. ഉമ്മാനെ ഒരു കളവിനെ അടിച്ചിട്ട് കൊല്ലുന്നുണ്ട്. മക്കൾ ഇത്ര മക്കളാണ് പോനെ കൊല്ലുന്നത്, അമ്മാപ്പാനെ കൊല്ലുന്നത്, അച്ഛനെ കൊല്ലുന്നത്, ഉമ്മാനെ കൊല്ലുന്നത്, ചീത്ത പറയുന്നത്, അടിച്ച് പുറത്താക്കുന്നത്. മോൻ നല്ലൊരു പരിയെടുത്ത് പാപ്പ വയസ്സുള്ള ആളെന്താ ഗ്രാമീണനാണ്, അതിനെ ഇരുന്നിട്ട് തുപ്പും നല്ല മൊസൈക്കിൽ. അതിൻ്റെ പേരിൽ മാത്രം പാപ്പാനെ മാറ്റി താമസിപ്പിച്ച മക്കളുണ്ടാവണം ഈ മൊസൈക്ക് തുപ്പുന്നത്. അതേപോലെ തന്നെ വേറൊരു മക്കളിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടി പലരും വരും. ആ സമയത്ത് ഈ കളവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുണി മാത്രം കൊടുത്ത് ബനിയിൽ നിന്ന് ഇടാണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഇരിക്കും. അത് ഈ മോനിക്കൊരു ഒരു 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 മോശം. മാന്യന്മാരുടെ മുമ്പിൽ ഇതാണ് ഉപ്പ എന്ന് പറയാൻ വേണ്ടിയിട്ട് നാണക്കേട്. അതിൻ്റെ പേരിൽ മാത്രം ആൾക്കാർ വരുന്ന റൂമിലിട്ട് കൂട്ടു വെക്കാൻ. അതാണ് ഹഖുൽ വാലിദൈൻ. ഹഖുൽ വാലിദൈൻ, ഹഖുൽ വാലിദൈൻ മാറരുത്. ആഖുൽ ലിവാലിദൈഹി, ആഖുൽ ലിവാലിദൈഹി കുല്ലു ഇഖാബിൻ യുഅഖറു ഇലാ യൗമിൽ ഖിയാമ. സകല തെറ്റിൻ്റെയും ശിക്ഷ അല്ലാഹു ഖിയാമത്ത് നാളിലേക്ക് നീട്ടി വെക്കും. ഇല്ലാ ഹുഖൂഖുൽ വാലിദൈൻ, ഹുഖൂഖല്ല അവിടെ പറഞ്ഞത്, ഹുഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ്റെ ഉപദ്രവം ഒഴികെ. ഫയുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിദ് ദുനിയ, അത് ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗത കാട്ടും, അല്ലേ പ്രമാണം. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളുടെ ഇഹ്സാൻ എന്താണ്? കുറേ ദുനിയാവ് ഉണ്ടാക്കി കൊടുത്ത ഇഹ്സാനായോ? കുറേ പൈസ ഉണ്ടാക്കി കൊടുത്ത ഇഹ്സാനായോ? ഇല്ല. മാതാപിതാക്കളുടെ മനസ്സും മാതാപിതാക്കളുടെ തടിയും ഏത് വിഷയത്തിലാണോ സന്തോഷം ഉണ്ടാകുക, ശരീഅത്ത് വിരുദ്ധമല്ലാത്ത ആ സന്തോഷം വകവെച്ചു കൊടുക്കുക. അതാണ് ഇഹ്സാൻ. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള സന്തോഷമായിരിക്കും. എല്ലാ മാതാപിതാക്കൾക്കും ഒരേ സന്തോഷമായിരിക്കില്ല. ചിലർക്ക് പൈസ കിട്ടിയാണ് നല്ലതായി, ചിലർക്ക് എപ്പോഴും അന്വേഷിച്ചാൽ മതി. ഏതായാലും എല്ലാം നല്ല ആവശ്യത്തിലായാലും ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് അന്വേഷിച്ചാൽ ഞാൻ എന്തിൻ്റെ സുഖമല്ലേ? നമ്മളെ അൻവർ സാഹിബിൻ്റെ മതി സുഖമല്ലേ? എന്താ വിളിച്ചേ? ഒന്നുമില്ല, വെറുതെ വിളിച്ച്. ഇപ്പം കുറച്ച് കാലത്തേക്ക് ഈ പനി വന്നതിന് ശേഷം അതുമില്ല. കൊറോണപ്പനി വന്നതിന് ശേഷം പിന്നെ എല്ലാം പോയി. അവന് പുള്ളിയെ വിട്ടായി. എനിക്ക് നേരെയായി വരണം. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഓരോരാൾക്ക് ഓരോ ഇഹ്സാൻ ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒരേപോലെ കുറേ അരിയും കുറേ കരിയും കുറേ പൈസയും കൊണ്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും ഇഷ്ടമാണെന്നൊന്നുമില്ല, അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈമാൻ സംരക്ഷിക്കാൻ ഈ രണ്ട് ആയുധങ്ങളെ കൃത്യമായി സൂക്ഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് നിസ്കാരം, രണ്ട് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇത് രണ്ടും ക്ലിയറാക്കി നാം നമ്മുടെ ഈമാനെ ശക്തി, ആ ഈമാനെ വെച്ചുകൊണ്ട് അല്ലാഹുവോട് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ വാഹിദ് അൽ അഹദ് അസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്. അതുകൊണ്ട് എനിക്ക് ഇന്നത് വേണം, അതുകൊണ്ട് എനിക്ക് ഇന്നത് വേണം. ഞാൻ മൂമിനാണ്. നീ പറഞ്ഞ രണ്ട് ഷർത്തുകൾ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന്, നിസ്കാരം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നതിന് അതിനൊക്കെ നല്ല വാക്കതാണ്. മനോഹരമായി നിസ്കരിക്കുക, ആനന്ദകരമായി നിസ്കരിക്കുക. ചില ഇമാമികളെ പിറകെ നിസ്കരിച്ചാൽ ഇമാമിൻ്റെ മനസ്സിലുള്ള എന്താ നമുക്ക് വായിക്കാൻ പറ്റും. ഇമാമിൻ്റെ മനസ്സിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വായിച്ചെടുക്കാൻ പറ്റും ചില ഇമാമിൻ്റെ പിറകെ നിസ്കരിച്ചാൽ. എനിക്ക് മക്കത്ത് പോയപ്പോൾ ആകെ മദീനത്ത് പോയപ്പോൾ ആകെ ഇഷ്ടപ്പെട്ട നിസ്കാരം ഖുബാ മസ്ജിദ് ഇമാമിൻ്റെ നിസ്കാരം. നല്ല ഇമാമിൻ്റെ റീസ് നോക്കുന്നുണ്ടോ? നല്ല റായത്താല പിറകെ നിസ്കരിച്ചു. ശ്രുതീസിൻ്റെ ഒന്നും പിറകെ നിസ്കരിച്ചാൽ നീ മനസ്സിൽ തട്ടിയില്ല. ഇങ്ങനെ എന്തോ കാമ്പ് എന്ന് പറഞ്ഞില്ല.
എല്ലാവരും നിസ്കാരത്തിന് ആനന്ദം എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഓത് മാത്രമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒന്നല്ല. അതൊക്കെ ആ ഇമാമിന്റെ ഹൃദയത്തിന്റെ ചലനം എന്താണെന്ന് നമുക്ക് ശരിക്കും പക്ഷെ പിറകിലുള്ളവനും മൂവിനായിരിക്കണം. ഓനും ഇവനെല്ലാം ഒരുപോലെയാണെങ്കിൽ പച്ചക്കന്നഡ വെച്ച് ചോദിക്കാൻ എല്ലാം പച്ചയായിട്ടല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യമായിട്ട് പറയാം. ഒന്നുമില്ല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞ പോലെ ഇത് നമ്മളെ ഉപ്പയും മക്കളും ട്രസ്റ്റിന്റെ യോഗമാണ്. അതെ, ദുനിയാവിൽ കുറേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറേ ആൾക്ക് തമാശയായിരുന്നു. ഉപ്പയും മക്കളും ഇപ്പൊ ആകാശം ഉരുട്ടാൻ പോവുകയാണ്. പിന്നെ കുറേയൊക്കെ പരിഹാസമായിരുന്നു. ഇല്ല, നമുക്കത് യാഥാർത്ഥ്യമാണ്. കുന്തും ശുഹദാ ഇദ് ഹദറ യഅ്ഖൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണമാസന്നമായപ്പോൾ മക്കളെ എല്ലാവരും വിളിച്ചു കൂട്ടി. ചില്ലറ മക്കളൊന്നല്ല, 12 മക്കൾ, 12 ഗടാഗടിയന്മാരായ മക്കൾ. 12 പേരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. ഈജിപ്തില് 12 മക്കളെയും വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് സക്രാത്തിന്റെ ഹാലിൽ, മക്കളെ, യാ ബനിയ أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي. ഇത് قال لبنيه, മക്കളോട് ചോദിക്കുകയാണ് ബാപ്പ യാക്കൂബ് അലൈഹി വസല്ലം, നാടെങ്ങനെയാ ഭരിക്കുക? ഈജിപ്ത് വരെ കയ്യിലാ. ഇപ്പോൾ ഈജിപ്ത് വരെ കയ്യിലാ. ഇപ്പം നാട് ഭരിക്കുന്ന യാക്കൂബിന്റെ മക്കളാ. യൂസുഫ് നബിയാ രാജാവ്. 12 ജ്യേഷ്ഠാനുജന്മാരാണ് നാട് ഭരിക്കുന്നത്. തമാശയും കളിയല്ല. ആ ചുറ്റുപാടിലാണ് ബാപ്പ മക്കളെ വിളിച്ചിട്ട് ഇത് ചോദിക്കുന്നത്, മാ തഅ്ബുദൂന മിൻ ദൂനി മിൻ ബഅദി, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക? നിങ്ങളെ തൗഹീദിന് വല്ല കുഴപ്പം വന്നു പോകുമ്പോൾ ഭയപ്പെട്ടതാണ്. അപ്പം മക്കൾ മറുപടി പറഞ്ഞു, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്. സുബ്ഹാനല്ലാഹ്. ബാപ്പ ഒരിക്കലും വിഷമിക്കണ്ട. ബാപ്പാന്റെ പൂർവികന്മാര്, ബാപ്പാന്റെ ദീൻ, ബാപ്പാന്റെ ഇലാഹ്, ബാപ്പാന്റെ അല്ലാഹ്, ബാപ്പ പഠിപ്പിച്ചെന്ന അല്ലാഹ്, ബാപ്പാന്റെ ബാപ്പയായ ഇസ്ഹാഖ് നബി പഠിപ്പിച്ചെന്ന അല്ലാഹ്, കൊച്ചാപ്പ ഇസ്മായിൽ നബി പഠിപ്പിച്ചെന്ന അല്ലാഹ്, ഉപ്പുപ്പ ഇബ്രാഹിം നബി പഠിപ്പിച്ചെന്ന അല്ലാഹ്. അവിടെയൊക്കെ ഉപ്പയും മക്കളും ആ വിട്ടിട്ട് ഈ അസിയാലിക്കൾക്ക് പറഞ്ഞിട്ട് രസിക്കാൻ പറ്റുമേ. ഉപ്പയും മക്കളും തന്നെയാണ്. ചിലർക്ക് തീരെ ദഹിക്കുന്നില്ല ഉപ്പയും മക്കളും ഒക്കെ പറയുമ്പോൾ. ദീനിന്റെ പേരിൽ ഉപ്പയും മക്കളും തന്നെയാണ്. ദുനിയാവിന്റെ പേരിൽ നിങ്ങൾ എന്തോ വായിക്കോ? അവിടെ എല്ലാം ഉപ്പയും മക്കളാ. ഉപ്പുപ്പ ഇബ്രാഹിം നബി, ഉപ്പ ഇസാഖ് നബി, കൊച്ചാപ്പ ഇളയപ്പ എന്താ പറയാ ഇസ്മായിൽ നബി. നമുക്കൊക്കെ കൊച്ചാപ്പൻ ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിനെ വിട്ടിട്ടില്ല. അവര് കൂട്ടത്തിൽ തന്നെ പറഞ്ഞു. ഇസ്മായിൽ നബിനെ അവർക്ക് പരിചയമില്ല. ഈജിപ്ത് ആൾക്കാർ ഇസ്മായിൽ നബി മക്കത്തല്ലേ. അവർക്ക് ഇസ്രായേലർക്ക് ഇസ്മായിൽ നബിനെ പരിചയമില്ല. പക്ഷെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ബാപ്പ യാക്കൂബ് നബി. ആ സംഭവം ചരിത്രം 2 രീതിയിൽ ബന്ധിപ്പിക്കുന്ന രീതികളുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചെന്ന അല്ലാഹ്, ആ അല്ലാഹനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ആ അല്ലാഹ്ക്ക് മാത്രം. ആ വേറെ ഒരു ഷെയ്ഖിനെയും വലിയനെയും തങ്ങളെയും ബീബിനെയും ഒന്നും പരിഗണിക്കുന്ന പ്രശ്നമില്ല ബാപ്പ. ഒരു വിഷമവും വേണ്ട എന്ന് വെച്ചാൽ, സാലിഹായ ഒരു ബാപ്പായെ സംബന്ധിച്ചിടത്തോളം മക്കളിൽ ആകെ കിട്ടാനുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ബാപ്പാന്റെ മരണത്തിന് ശേഷവും ബാപ്പ പറഞ്ഞു തന്നിരിക്കുന്ന ആ അള്ളാഹുവിന്റെ തൗഹീദ് സംരക്ഷിച്ചോളാം. ദുനിയാവിന് വേണ്ടി ഒരു പശർമ പോലും തൗഹീദിന് ഉള്ളിലേൽപ്പിക്കുകയില്ല. അതന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ഇടക്കിടക്ക് ഈ ശൈത്താൻ ഇടക്ക് കയറും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, എന്റെയും എൻ്റെ സഹോദരന്മാരുടെയും ഇടയിൽ ഷൈത്താൻ പ്രവേശിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ഭയപ്പെട്ടത്, പിന്നീടും ഭയപ്പെട്ടത് എല്ലാം ഒന്നായി. ഈജിപ്ത് അധികാരത്തിലേക്ക് വന്നു. യാക്കൂബും ഉമ്മയും ഉപ്പയും എല്ലാം വന്നു, ജ്യേഷ്ഠന്മാരും വന്നു, അനിയനും വന്നു. പക്ഷെ ഭയപ്പെട്ടത് ഈ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ ഷൈത്താൻ കടന്നു പോകുമോ എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടത്. അള്ളാഹുവിന്റെ കാവലിന് തേടിയത്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ ഷൈത്താൻ കടന്ന് പ്രവേശിച്ച് കുഴപ്പമുണ്ടാക്കുന്നതിൽ നിന്ന് എന്നോട് ഞാൻ കാവലിനെ തേടുന്നു അള്ളാഹുവേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ. അതുകൊണ്ട് ഏറ്റവും വലിയ വഴി എന്താണ്? ഇജ്തിമാൽ ഖുലൂബ് ഉണ്ടാക്കലാണ്. എപ്പോഴും കൂടുക, ഇടക്കിടക്ക് കൽബുകൾ യോജിപ്പിക്കുക, കൽബുകൾ ഒരുമിച്ച് കൂടുക.
നിങ്ങളെ ഈ ബന്ധങ്ങൾ നിലനിർത്താനൊന്നും മൊബൈൽ ഉപയോഗിക്കരുത്. ശരീരങ്ങൾ തമ്മിൽ വേണം ബന്ധം, മൊബൈൽ തമ്മിലാവരുത് ബന്ധം. അത് കൊലേനെ വിളിക്കാൻ പറ്റുന്നത്. എന്നെ മൊബൈലിൽ വിളിക്കുന്ന ഒരാളുടെ ഒരു കൂട്ടുകാരനെ ആരാന്നറിയോ? നമ്മളെ മധു, ബാറൂർ മധു. എപ്പം വിളിക്കും? മതി, ഓൻ വിളിച്ചാൽ മതി. മധുവിനെ പോലെ നിങ്ങൾ വിളിക്കാൻ തുടങ്ങിയാൽ മധു, നിങ്ങൾ വ്യത്യാസം നെറ്റ്വർക്ക് ബൈനെടുക്കും. അതന്നെ, കാണേണ്ടവരെ ചെന്ന് കാണണം, കേൾക്കേണ്ടവരെ ചെന്ന് കേൾക്കണം. എല്ലാം അവസരം അത് മുൻഗണനാക്രമത്തോടുകൂടി, അതിൻ്റെ മുൻഗണനാക്രമത്തോടു കൂടി തന്നെ ചെയ്യണം. ഓരോന്നിനൊരു മുൻഗണനയുണ്ട്, ഔലവീയത്ത് എന്ന് പറയാം. ആ ഔലവ്യത്തനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം. എത്ര സമയം ചെലവാക്കിയാൽ തിരക്കുകളില്ല, എത്ര പൈസ ചെലവാക്കിയാലും തിരക്കുകളില്ല. അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കും. അലം യഅലം അല്ലാഹു യറ, അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ കാര്യങ്ങളും. അല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയെ തൊട്ടും അള്ളാഹു അശ്രദ്ധനല്ല, എല്ലാം അവരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ. അള്ളാഹു ക്യാമറ വെച്ചിട്ട് നോക്കുക എന്നാണ് റഖീബ എന്ന് പറയുന്നത്. ക്യാമറയില്ല, ക്യാമറ മുറാഖബ. ഗൾഫിലൊക്കെ മുറാഖബ എന്ന് എഴുതിയിട്ടാണ് ക്യാമറയുണ്ട് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹിനടുത്തുണ്ട് ക്യാമറ. ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ. തീർച്ചയായിട്ടും അള്ളാഹു തആല നിങ്ങളുടെ മേൽ ക്യാമറ വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സൂക്ഷ്മമായിട്ട് അള്ളാഹു തആല നോക്കിക്കാണുന്നുണ്ടെന്ന്. അള്ളാഹു ഏറ്റടിക്കുക, അള്ളാഹു ഏറ്റടിക്കുക. തജിദുഹു തുജാഹക്. എന്ത് ചോദിക്കുന്നെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക. എന്ത് സഹായം വേണമെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക. എന്താ ഇസ്തിആന അള്ളാഹിനോട്, ഇസ്തിഖാറ അള്ളാഹിനോട്, ഇസ്തിആദ അള്ളാഹുവിനോട്, ഇസ്തിഗാഫ അള്ളാഹുവിനോട്, എല്ലാം അള്ളാഹുവിനോട്, എല്ലാം അള്ളാഹു. ചെറിയ വിഷയത്തിൽ പോലും കാലിൽ ധരിച്ച ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാലും ആരോട് ചോദിക്കണം? ഭക്ഷണത്തിൽ തൽക്കാലം ഉപ്പില്ലെങ്കിലും ഉപ്പില്ലല്ലോ അള്ളാഹ്, അത് അള്ളാഹിനെ വിളിക്കണം. ഉപ്പില്ല. അപ്പം പിന്നെ അപ്പുറത്താരും കേട്ടാൽ കൊടുത്തന്നോളൂ ഉപ്പ്. എന്നാലും ആ ഉപ്പ് ആരോട് തന്നായി? അള്ളാഹ് കൊണ്ട് തന്നതായി. ഈമാൻ തൗഹീദ് ക്ലിയറാക്കുക. ചെറിയ വിഷയങ്ങളിൽ പോലും അള്ളാഹുവിനെ കണക്ട് ചെയ്യിപ്പിക്കുക, അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുക. വിഷയങ്ങളെല്ലാം അള്ളാഹുവിനെ മാത്രം കാണുക. രണ്ടാമത്തത് ആ ആ ആ ആശയം അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ആയുധങ്ങൾ. ഒന്ന് ഹുക്കൂക്കുൽ ഇലാഹ്, രണ്ട് ഹുക്കൂക്കുൽ ഇബാദ്. ഹുക്കൂക്കുൽ ഇലാഹിൽ ഏറ്റവും അഹക്കായത് 5 നേരത്തെ നിസ്കാരം. ഹുക്കൂക്കുൽ ഇബാദിൽ ഏറ്റവും അഹക്കായത് ഹുക്കൂക്കുൽ വാലിദൈൻ. പിന്നെ അതിൻ്റെ അനുബന്ധങ്ങൾ. അമാലികളുടെ കൂട്ടത്തിൽ ഹുക്കൂക്കുൽ ഇലാഹിൽ നിസ്കാരവും നിസ്കാരത്തിൻ്റെ അനുബന്ധങ്ങൾ വേറെ. ഹുക്കൂക്കുൽ ഇബാദിൽ മാതാപിതാക്കൾ, പിന്നെ അനുബന്ധങ്ങൾ ഭാര്യ, മക്കൾ, കുട്ടികൾ, അയൽവക്കക്കാർ, ബന്ധുക്കൾ. ആ രീതിയിൽ ക്രമപ്പെടുത്തിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അത്ര നല്ല സിസ്റ്റമാണ് അതിൻ്റെ പ്രമേയം. എന്തൊരു നല്ല സിസ്റ്റമാണല്ലോ. അതിൻ്റെ നമ്മളിങ്ങനെ കുറച്ചൊക്കെ പോലെ ആക്കി തീർത്താണ് ഞങ്ങളുടെ പുരോഹിതന്മാർ. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ ചിന്ത മുഴുവൻ അതായി. മാഷാ അല്ലാഹ്. രണ്ടാമതായിട്ട് പറയാനുള്ള വിഷയം, നമുക്ക് വീടുണ്ടാക്കി, ഓരോരുത്തർ വീടുണ്ടാക്കി വീട്ടിലേക്കുണ്ട്, പിന്നെ ഒരാൾ വീടുണ്ടാക്കി താമസിക്കുന്നു. എല്ലാവരും വീട്ടിൻ്റെ സൗകര്യം. അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീട്, അത് ആരാൻ്റെ പൈസക്ക്? നമുക്ക് ഭാര്യക്കും മക്കൾക്കും ഇത്ര ലക്ഷം ചിലവാക്കിയാലും ഭാര്യ മക്കൾക്ക്. അള്ളാഹ്ക്കൊരു വീട്, നമുക്ക് റെസീറ്റ് അടിക്കാം. ആ ആശയത്തിൽ നിന്ന് മാറണം. അള്ളാഹു തആല നമുക്ക് വീടായവർ, ആയിക്കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി നമ്മളെ വക ഒരു വീട് അള്ളാഹ്ക്ക് വേണ്ടി. പിന്നെ മാലോകര പൈസ, അള്ളാഹ്ക്കുള്ളതെല്ലാം മാലോകര പൈസക്ക്, നമുക്കുള്ളതെല്ലാം നമ്മുടെ പൈസക്ക് പറ്റും. അപ്പോൾ മാഷാ അല്ലാഹ്, നമുക്ക് ആ നല്ല മനുഷ്യൻ 25 സെൻറ്റ് സ്ഥലം ഹദിയായിട്ട് തന്നു. ചിലപ്പോൾ നമ്മുടെ നിയത്തനുസരിച്ച് അള്ളാഹു തന്നെ ഇങ്ങോട്ട് കൊണ്ടുതരുന്നതാണ്. ഒരു നസീഹത്തിൻ്റെ മജ്‌ലിസിൽ പരിചയപ്പെട്ടാണ്. അയാൾ പരിചയമുള്ള ആളൊന്നുമല്ല, എന്നെയൊക്കെ അറിയാം, പക്ഷെ എനിക്ക് അറിയില്ല. അബ്ദുള്ള സാഹിബ്, അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ ഖബർ വിശാലമായി. പണ്ഡിതനാണ്, ഒരു കാസിമിയാണ് ബാപ്പ. അവരുടെ ബാപ്പ 6-7 ബ്രദേഴ്സും സിസ്റ്റേഴ്സും, അങ്ങനെ കുറേ മക്കളുണ്ട്. എന്നെ അറിയാം നന്നായിട്ട്. ഇവിടുത്തെ അടുത്ത മരിച്ചത് തബീലിയുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണ് അത് രജിസ്റ്ററാക്കി. മാഷാ അല്ലാഹ്, എൻ്റെ പ്രാഥമിക ജോലികളൊക്കെ പൂർത്തിയായി, കിണറായി. ഞാൻ പറയുന്നത് ആ പള്ളി, മദ്രസ, ഒരു കോട്ടേഴ്സ്, ഇതാണ് നമ്മുടെ പ്ലാനിലുള്ളത്. പള്ളി പെട്ടെന്ന് എടുക്കണം. ഞാൻ പറഞ്ഞ ആ പള്ളി നമ്മൾ എടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീട് നമ്മളെ വക, നമ്മളെ ഭാര്യക്കും മക്കൾക്കും വീടായി. അതിനൊന്നിച്ച് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അള്ളാഹ്. അത് പറ്റില്ല, ഇതാക്കി തരേണ്ടത് അവസ്ഥയാണ്. അപ്പം അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫണ്ട് നമ്മൾ ഓരോരുത്തരും കാണണം.
പെട്ടെന്ന് വേണ്ടിയില്ലല്ലോ. അപ്പോൾ നമ്മളായിരിക്കണത് പള്ളി, മാലോകൃതാവരുത്. നമ്മളുണ്ടാക്കിയ പള്ളി, അള്ളാഹ് വേണ്ടി നമ്മളുണ്ടാക്കിയ പള്ളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൊറോണ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇന്ന് നാളെ യോഗം വിളിക്കാൻ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഇതേപോലെ ആടെ കൂടാനാണ് തീരുമാനിച്ചത്. അങ്ങനെ പ്രാഥമിക ജോലി പള്ളിക്ക് മാത്രം കയറി വന്ന ഒരു 25 ലക്ഷം അത്രയും ഉണ്ട്. കയറി വന്നവർ അത്രയും ഉണ്ട്. നമുക്ക് സ്വാധീനമുള്ളവരെടുത്ത് അത് വേറെ കാര്യം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കീശിൽ നടക്കാൻ വേണ്ടി നമ്മളെ കച്ചവടക്കാരൊന്നുമല്ലല്ലോ. അതിന് ആദ്യം നമ്മൾ ഒരു മാസം ശമ്പളം ഇല്ല. ഞാൻ ഈ സ്റ്റേഡിയം പള്ളി, ഈ മസ്ജിദ് തക്വ ഇല്ലേ തലശ്ശേരിയിലെ തക്വ മസ്ജിദത്തെ പള്ളിക്കാരുടെ പള്ളി, ഞങ്ങളെ പിന്നെ സ്റ്റേഡിയം പള്ളി ഞാൻ കത്തിവായിക്കുന്ന സമയത്ത് ആ സ്റ്റേഡിയം പള്ളി തന്നെ ഷൂറ കൂടുക. അങ്ങനെ ആ ഷൂറയിൽ 3 ദിവസം ജമാഅത്ത് ഒരു ദിവസം ചെയ്താറ പള്ളി പോയി. ചെയ്താറ പള്ളി ഇത് പുതുക്കി പഠിച്ചു കൊടുത്തത് സുബൈരാജിയായി ഈ സൈതാറ്. അപ്പോൾ ആ കെയർ ഓഫിലാണ് പോയ തബലീഗർ പോക്ക് ഒന്നും അവർക്ക് ബാധകമല്ലല്ലോ, എടുത്തു കൊടുത്താലും. അങ്ങനെ ഞങ്ങൾ ജമാഅത്തിൽ പോയി. ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാത്രി ഇമ്രാജിക്കാരെ പേർക്കേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ബാഗെല്ലാം ഉള്ളിൽ വെച്ചിട്ട് സിരാക്കന്മാർ പള്ളി കൂട്ടിയിട്ട് പോയി കളി. നമ്മൾ വന്നിട്ട് അതിൻ്റെ ഇറക്കിയിരുന്നു കൊതുക് പിടിച്ചിട്ട് സുബി വരെ. അതിൻ്റെ പിറ്റത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇങ്ങനെ ആലോചിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളി പോകണം. 6-5-6 പള്ളിക്കാരേ ഉള്ളൂ അന്ന്. 84 അതൊരു പണ്ടാരപ്പെട്ടിയുണ്ട് മരത്തിൻ്റെ ചുറ്റി ചെയ്തിട്ട് മഷൂറ കൊടുക്കും. നമുക്കൊരു പള്ളിയില്ല. അതിനെപ്പറ്റി അന്വേഷിച്ച് ആലോചിച്ച് അപ്പോൾ ഇപ്പോഴത്തെ തക്കവസ് പുരയാണ്. ഖലീൽ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ പുരയാണത്. അത് തക്കവസിൻ്റെ പുര. അത് വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ പുരക്ക് വില പറഞ്ഞു. കാരണം ആദ്യം ഞാൻ വായ്പ ചെയ്ത് എൻ്റെ ഒരു മാസം ശമ്പളം എത്ര 50,000 രൂപ, 500 രൂപ ഒരു മാസം ശമ്പളം ഞാൻ വായ്പ ചെയ്ത് 65,000 രൂപ ആ സദസ്സിൽ നിന്ന് വായ്പയായി. മാഷാ അല്ലാഹ് ആ 500 രൂപ എപ്പം കാണാൻ നിൽക്കും. പിന്നെ വളവട്ടണം റഹ്മാനിയ വസ്തുത മെയ്യത്ത് നിൽക്കുന്ന പള്ളിയാണ്. അപ്പോൾ മണ്ണ് പള്ളിയില്ലേ ബംഗ്ലാവ് പള്ളി, മെയ്യത്ത് നിൽക്കുന്ന കൂടെ പരിയാണ് ഞങ്ങളുടെ കത്തിബാവും. 4ാമത്തെ വെള്ളിയാഴ്ച മുതൽ ഞാനവിടെ കത്തിബാകുന്നു. ജുമാ തുടങ്ങിയിട്ട് 1, 2, 3, 4ാമത്തെ വെള്ളിയാഴ്ച ഞാൻ കത്തി. അങ്ങനെ അതേപോലെ യോഗം കൂടി അവിടെ പള്ളി പുതുക്കി പണിയാൻ പറ്റും. ഇതേപോലെ തന്നെ കിട്ടുന്ന 1 മാസം ശമ്പളം. അന്ന് ഇത്ര ശമ്പളം 500-600 ഞാൻ കൊടുത്തു. തേയിലക്കണ്ട് മുസൂട്ടിക്കാൻ ആളുടെ അയാൾ 2000 രൂപ വായ്പ. ഞാൻ 500 രൂപ കൊടുത്തു. മുക്കണ്ണ ഉപ്രാജിക്കാന്ന് എഴുതുന്നത്. അപ്പോൾ 1ാമത് എൻ്റെ പേര് എഴുതി. അപ്പോൾ മുസൂട്ടിക്ക പറഞ്ഞ് ഞാനല്ലേ ആദ്യം പറഞ്ഞത്. അത് ഉക്രൈക്ക പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, തന്നത് ആദ്യം ഉസ്താദല്ലേ, അതുകൊണ്ട് ഉസ്താദിൻ്റെ പേര് ആദ്യം എവിടെ ഈ തർക്കാന്ന്. ഞാൻ എൻ്റെ പേര് ആദ്യം എന്നാൽ ബംഗ്ലാവിൻ്റെ തർക്കാന്ന് അങ്ങനെ. അതുകൊണ്ട് നമ്മളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീശിൽ തന്നെ എല്ലാം എടുക്കണമെന്നില്ല. നമുക്ക് കൂട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. ആ ബന്ധത്തെയും കൂട്ടുകാരെയും നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഒരു ഫണ്ട് കാണുക ഇത്രയുണ്ട്. അവർ തന്നിരിക്കുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് അവർ ബെഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ 30-32 ലക്ഷമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വേണ്ടിയില്ല. 25 ഒരു പൊരൻ്റെ ഏതായാലും ഇല്ലല്ലോ. ഉള്ളിൽ ചെമ്പരല്ലോ ഇല്ല പള്ളിക്ക് ആദ്യം ചുമരല്ലുള്ളൂ. ഇത് വാർക്കണം. ഒരു പൊരൻ്റെ ഇല ഉണ്ടാകും. കുറച്ച് പേടിപ്പിക്കുന്ന ഇങ്ങനെ എടുക്കുകയല്ലേ നമ്മളെ സാഹിബൊക്കെ ബിൽഡിങ്ങിൻ്റെ മേലെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളത് പൂർത്തിയാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പള്ളി, നമുക്ക് നമ്മുടെ ഭാര്യ മക്കൾക്കൊരു വീട് എന്നതുപോലെ നമുക്കൊരു പള്ളി എന്താ പറ്റൂലേ? അതുകൊണ്ട് അത് തുടങ്ങും. തറ ഒരാളെ ഏറ്റിട്ടുണ്ട് മാഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ 10 പേരും കൂടിയിട്ട് എന്തെങ്കിലും ഒരു വകുപ്പ് ഏറ്റെടുത്താണ്. നിങ്ങളത് ചെയ്താൽ മതി. നോക്കട്ടെ എന്താ ഏറ്റെടുക്കേണ്ടി വരും ഞാൻ എന്നാ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല. ഇനി ഭാരമായത്തിൻ്റെ എന്താ പ്രശ്നം? ഖജനാവ് അവൻ്റെ കയ്യിലെത്തി ഒലില്ലാഹി ഖസായിൻ ഇവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലേ. അവിടെ എത്തുമ്പോൾ മാത്രം മാറിപ്പോകും. ഒലില്ലാഹി ഖസായിൻ സമാവാത്തി വൽ അർദ്, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഖസാന അല്ലാഹുവിൻ്റെ കയ്യിലാണ്. സുബ്ഹാനഹു ലഹു മഖാലിദു സമാവാത്തി വൽ അർദ്. താക്കോലും അല്ലേ ഇവന്. താക്കോൽ നമ്മളടുത്ത് തന്നിട്ട് താക്കോൽ നമുക്ക് കൈ പിടിച്ചേക്കാം. നമ്മൾ പറയാം നമ്മുടെ താക്കോലല്ലേ ഇവലാണുള്ളത്, കൂട്ടിയാൽ തീർന്നു. അങ്ങനെ ഇന്നത്തെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യാവിൻ്റെ താക്കോലും ഭൂമിൻ്റെ താക്കോലും അല്ലാൻ്റെ കയ്യിലല്ലേ. നമ്മുടെ അടുത്ത് തന്ന് താക്കോലും കൈ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും വിഷയം? അതുകൊണ്ട് ആ കാര്യം മറക്കാൻ പാടില്ല ഇൻഷാ അല്ലാഹ്.